ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രകൃതി നിയമങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ള എക്കാലത്തെയും ഏറ്റവും സ്വാധീനമുള്ള ശാസ്ത്രജ്ഞരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു അനന്തരഫലമുണ്ട്. പ്രത്യേകിച്ച് വിദൂര നക്ഷത്രങ്ങളിലേക്ക് ഒരു ദിവസം യാത്ര ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്ന ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്ക്. പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയേറിയ ഒന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം തെളിയിച്ചു. അതാണ് പ്രകാശവേഗത. അതിനർത്ഥം അടുത്തുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ യാത്രയ്ക്ക് തന്നെ ഏകദേശം 1 ദശാബ്ദം എടുക്കുമെന്നതാണ്. എന്നാൽ അതെങ്ങനെ പ്രവർത്തിക്കും? പ്രകാശത്തേക്കാൾ വേഗത്തിൽ പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഏറ്റവും അറിവുള്ള ശാസ്ത്രജ്ഞർക്ക് പോലും ഈയൊരു വിഷയമെടുക്കുമ്പോൾ ഒരുപാട് അപൂർണമായിട്ടുള്ള ധാരണകളാണുള്ളത്, അല്ലെങ്കിൽ തെറ്റായ ധാരണകളാണുള്ളത്. സോ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ അൾട്ടിമേറ്റ് സ്പീഡ് എന്നത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. അത് നമ്മുടെ പൊതുവായ അവബോധത്തിന് വിരുദ്ധവുമാണ്. എല്ലാത്തിനുമുപരി നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാറിൽ സൂം ഇൻ ചെയ്തിട്ട് സ്റ്റെപ്പ് ഓൺ ദ ഗ്യാസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ കാറിന് ഉയർന്ന വേഗതയുണ്ടാകും. എന്നാൽ അതിനേക്കാൾ വേഗതയുള്ള യുദ്ധവിമാനങ്ങളെയും ബുള്ളറ്റുകളെയുമൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും വേഗത കൂട്ടുന്നത് ഒടുവിൽ പ്രവർത്തനം നിർത്താൻ കാരണമാവുന്നു. നിങ്ങൾ എത്ര ശ്രമിച്ചാലും സെക്കൻഡിൽ 3 ലക്ഷം km/h എന്ന നിലയിൽ നമുക്കൊരിക്കലും സഞ്ചരിക്കാൻ കഴിയുകയില്ല. ഈ കോസ്മിക് സ്പീഡ് ലിമിറ്റിൻ്റെ ഏറ്റവും സാധാരണമായിട്ടുള്ള വിശദീകരണം ഒരു വസ്തു വളരെ വേഗത്തിൽ പോകുമ്പോൾ അതിൻ്റെ മാസ് കൂടുന്നു എന്നതാണ്. ഈ വിശദീകരണം ഭയങ്കര മീനിങ് ആണ്. ഒരു പർവ്വതത്തെ തള്ളുന്നത് ഒരു കല്ലിനേക്കാൾ ബുദ്ധിമുട്ടാണ്. പ്രകാശ വേഗതയോടടുക്കുമ്പോൾ വസ്തുക്കളുടെ മാസ് അനന്തമായി തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ തടസ്സം തകർക്കാൻ കഴിയില്ലെന്ന് അർത്ഥമുണ്ട്. അത് പൂർത്തിയാക്കാൻ അനന്തമായിട്ടുള്ള ഊർജം വേണ്ടിവരും. പ്രകാശ വേഗത്തേക്കാൾ വേഗതയിൽ പോകാൻ കഴിയാത്തതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ ഐൻസ്റ്റീൻ സിദ്ധാന്തത്തിൽ നിന്ന് ഒരു പ്രധാന ആശയം പഠിക്കേണ്ടതുണ്ട്. അതായത് സ്ഥലവും സമയവും വ്യത്യസ്ത കാര്യങ്ങളാണ് എന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള അനുഭവം നമ്മളോട് പറയുമ്പോൾ അവ വ്യത്യസ്തമായതിനേക്കാൾ സമാനമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സ്ഥലത്തിനും സമയത്തിനും പകരം സ്പേസ് ടൈം എന്ന് വിളിക്കപ്പെടുന്ന ഒരൊറ്റ കാര്യമുണ്ട്. ഈ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു ലോക ഭൂപടം നോക്കുക. മാപ്പിൽ ലൊക്കേഷൻ നമുക്ക് 2 സംഖ്യകളായിട്ട് തിരിച്ചറിയാം. അതായത് ലാറ്റിറ്റ്യൂഡ്, ദ നോർത്ത് ആൻഡ് സൗത്ത് നമ്പേഴ്സ്, അതുപോലെ തന്നെ ലോങ്റ്റ്യൂഡ്, ഈസ്റ്റ് നമ്പേഴ്സും അതുപോലെ തന്നെ വെസ്റ്റ് നമ്പേഴ്സും. ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ 2 ദിശകൾ തമ്മിൽ വ്യത്യാസമേ ഇല്ല. ഇൻ സ്പേസ് ടൈം ഇത് ഏറെക്കുറെ സമാനമാണ്. യാത്രക്കാർ കിഴക്ക്, പടിഞ്ഞാറ്, അതുപോലെ തന്നെ വടക്ക്, തെക്ക് എന്നിവയിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുന്നത് പോലെ വ്യക്തികൾക്ക് സമയത്തിലൂടെയോ സ്പേസിലൂടെയോ സഞ്ചരിക്കാനാകും. സോ ഈ ഒരു ആശയത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐൻസ്റ്റീൻ്റെ പ്രൊഫസർമാരിൽ ഒരാളായിട്ടുള്ള ഹെർമൻ മിങ്കോസ്ബി, ഇദ്ദേഹം ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പരിശോധിച്ച് അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ട് മനസ്സിലാക്കി അടിസ്ഥാനപരമായിട്ടുള്ളൊരു തലത്തിൽ ഏതൊരു വസ്തുവും സ്ഥലകാലത്തിലൂടെ ഭാഗികമായി സഞ്ചരിക്കുന്നു എന്ന് സിദ്ധാന്തം പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൂടാതെ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ മനസ്സിലായത് ഓരോ വസ്തുവും സ്പേസ് ടൈമിലൂടെ ഒരൊറ്റ വേഗതയിൽ, അതായത് പ്രകാശ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നതാണ്. ഇത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണെന്ന് കരുതുക. അതുകൂടാതെ നിങ്ങളൊരു കാറിനകത്താണ്. അതിൻ്റെ ആക്സിലറേറ്റർ ലോക്കാണ്. സോ കാറ് ഒരൊറ്റ വേഗതയിൽ മാത്രമേ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് 100 km/h എന്ന നിലയിൽ. സോ ഇനി നമുക്ക് പിന്നോട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, ആ കാറ് നിങ്ങൾ പിന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, നിങ്ങൾ 60 മൈൽ വേഗതയിൽ ഈസ്റ്റ് ഭാഗത്തോട്ട് പോകുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഡോണ്ട് മൂവ് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് ഡയറക്ഷൻ. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊരു നിശ്ചിത വേഗതയിൽ നോർത്തിലോട്ട് ഓടിക്കാൻ കഴിയും. എന്നാൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോട്ട് 60 മൈൽ വേഗതയിൽ ഡ്രൈവ് ചെയ്യാം. അതുവഴി നോർത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് ഏകദേശം 60 km/h എന്ന വേഗതയിൽ സഞ്ചരിക്കാം. ഒരു നിശ്ചിത വേഗതയിൽ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ദിശയിലേക്ക് നീങ്ങാൻ കഴിയുമെന്നതാണ് ഏറ്റവും അടിസ്ഥാനം. എന്നാൽ ഒരു ദിശയിലും നിങ്ങൾക്ക് ആ നിശ്ചിത വേഗതയേക്കാൾ വേഗത്തിൽ നീങ്ങാൻ കഴിയുകയില്ല.
ഇത് സ്പേസ് ടൈമിനും സമാനമാണ്. വസ്തുക്കൾ പ്രകാശവേഗതയിൽ സ്പേസ് ടൈമിൽ നീങ്ങുന്നു. നിശ്ചലമായിട്ട് ഒരു വസ്തുവും ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നില്ല. സോ വസ്തുക്കൾ പ്രകാശവേഗതയിൽ സ്പേസ് ടൈമിൽ സഞ്ചരിക്കുന്നു. കൂടാതെ പ്രകാശവേഗതയിൽ ബഹിരാകാശത്തു കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ടൈമിലൂടെ സഞ്ചരിക്കാനുള്ള സ്പീഡ് അവശേഷിക്കുന്നില്ല. ഒരു വസ്തുവിന് സ്ഥലത്തിലൂടെയോ സമയത്തിലൂടെയോ വ്യക്തിഗതമായിട്ട് ഇൻഡിവിജ്വലായിട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗതയും പ്രകാശവേഗമാണ്. ഈ ആശയം തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വിചിത്രമായിട്ടുള്ള സവിശേഷതകളും വിശദീകരിക്കുന്നുണ്ട്. അതായത് ബഹിരാകാശത്ത് ഒരു വസ്തുവിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് സമയം ചുരുങ്ങുന്നു. ബഹിരാകാശത്ത് കൂടുതൽ വേഗത്തിൽ ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ അത് സമയത്തിലൂടെ കുറച്ചു ദൂരം മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. പ്രകാശവേഗതയിൽ ബഹിരാകാശത്ത് സഞ്ചരിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നതിൻ്റെ കാരണം നിങ്ങൾ വസ്തുവിനെ സമയത്തിൻ്റെ ദിശയിൽ നിന്ന് മാറ്റി ബഹിരാകാശത്തിൻ്റെ ദിശയിലേക്ക് കൂടുതൽ ചലിപ്പിക്കണം എന്നതാണ്. അത് ബുദ്ധിമുട്ടായി മാറുന്നു. പക്ഷേ നിങ്ങൾ വിജയിച്ചാലും നിങ്ങൾക്ക് ആ ഒരൊറ്റ വേഗതയെ മറികടക്കാൻ കഴിയില്ല. അതിനാൽ അത്രമാത്രം പ്രകാശത്തേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് ബഹിരാകാശത്ത് സഞ്ചരിക്കാൻ കഴിയാത്തതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾ എല്ലായ്പ്പോഴും ബഹിരാകാശത്തിൻ്റെ വേഗതയിൽ ബഹിരാകാശ സമയത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നതിന് നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും എത്തിക്കുക എന്നതാണ്. ഇനി പ്രകാശത്തിൻ്റെ വേഗതയിൽ നാം ബഹിരാകാശത്ത് നിന്ന് യാത്ര ആരംഭിച്ചാൽ തന്നെ ഗാലക്സിയുടെ മധ്യഭാഗത്തേക്കും തിരിച്ചും ഒരു റൗണ്ട് എടുക്കാൻ സഞ്ചരിക്കേണ്ടത് 50,000 വർഷമാണ്. സോ നമുക്കത് സാധ്യമാണോ? അല്ല. ഒരു പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം കൂടാതെ വാർപ്പ് ഡ്രൈവ്, ഹൈപ്പർ സ്പേസ്, പരിചിതമായിട്ടുള്ള സയൻസ് ഫിക്ഷനിൽ നിന്നുള്ള പ്രകാശത്തേക്കാൾ വേഗമേറിയ എല്ലാ ഓപ്ഷനുകളും യഥാർത്ഥമല്ല. അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ മികച്ച ധാരണകളെല്ലാം അജ്ഞാതമാണ്. ഓർക്കുക, റേഡിയോ തരംഗങ്ങളും റേഡിയോ ആക്ടിവിറ്റിയും പോലുള്ള അജ്ഞാതമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രജ്ഞർ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഒരു കണ്ടെത്തൽ എല്ലാം മാറ്റുമെന്ന് സങ്കല്പിക്കാവുന്നതാണ്. അതിനാൽ പ്രതീക്ഷയുണ്ടെന്ന് നമുക്ക് കരുതാം.